അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ലോഡ്സ് ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യത്തെ ലോഡ് എന്ന് പറയുന്നത് പോയിൻ്റ് ലോഡാണ്. പോയിൻ്റ് ലോഡ് നമ്മുടെ ബീമിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ പോയിൻ്റ് ലോഡ് എന്ന് വിളിക്കാം. ഇനി അതേപോലെ അടുത്തത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ബീം സെക്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് ഇങ്ങനെയാണ്. ഏതർ ഇങ്ങനൊരു റെപ്രസെൻറ്റേഷൻ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരേ ലെങ്ത് ഉള്ള ആരോസ് യൂണിഫോമായിട്ട് നമ്മൾ യൂണിഫോം ഇൻ്റർവെല്ലായിട്ട് ഇങ്ങനെ വരച്ച് കാണിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് സാധാരണ ഇങ്ങനെയാണ്, ന്യൂട്ടൺ പെർ മീറ്റർ ആയിട്ട്. ഒരു യൂണിറ്റ് ഡിസ്റ്റൻസിൽ എത്ര ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, 5 ന്യൂട്ടൺ പെർ മീറ്റർ. അതായത് ഇവിടെ ഒരു 1 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസിനുള്ളിൽ എത്ര ടോട്ടൽ ഫോഴ്സ് ഉണ്ടാവും, 5 ന്യൂട്ടൺ ഉണ്ടാവും. അതാണ് മീനിങ്. അങ്ങനെ 2 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് എത്രയായി മാറും, 10 ന്യൂട്ടനോ. അങ്ങനെ 2 മീറ്ററിലേക്ക് പോകുമ്പോൾ എത്ര 15 ന്യൂട്ടനോ. അങ്ങനെ എത്ര സ്പാൻ ലെങ്ത് ഉണ്ടോ അതിനനുസരിച്ച് ലോഡ് കൂടിക്കൊണ്ടിരിക്കും. സോ ഇതാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓബ്ജക്റ്റിൻ്റെ വെയിറ്റ്, ഒരു ബീം എടുക്കുക, ബീമിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും അല്ലേ. ടോട്ടൽ ഭാരം 100 ന്യൂട്ടനാണ്, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ ദൂരം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാരം എത്ര കിട്ടും, 100 ടോട്ടലാണ്, എത്ര മീറ്റർ, 10 മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് പറയാം കറസ്പോണ്ടിങ് 10 ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും അതിൻ്റെ ലോഡ് ഭാരം എന്ന് പറയുന്നത് അല്ലേ, ഒരു യൂണിറ്റ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള ബോഡി വെയിറ്റൊക്കെ സിമുലേറ്റ് ചെയ്യാൻ, മോഡൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നതിനെ നമ്മൾ റിയാക്ഷൻ മറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പർപ്പസിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ആയിട്ട് ഇമാജിൻ ചെയ്യാറുണ്ട്. ലൈക്ക് ദിസ് ഒരു ബീമാണ്. അപ്പോൾ ഈ ഒരു ടോട്ടൽ ലോഡ് W ന്യൂട്ടൺ പെർ മീറ്റർ ആയിട്ടായിരിക്കും നമുക്ക് തരിക. ടോട്ടൽ ലെങ്ത് L ആണ്. ഓക്കെ, അങ്ങനെയാണ് ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, W ഇൻറ്റു L ആയിരിക്കത്തില്ലേ. ആ W ഇൻറ്റു L എന്ന് പറയുന്നത് ഈ യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ആ ഡിസ്ട്രിബ്യൂഷൻ ലെങ്തിൻ്റെ നേരെ മിഡ് പോയിൻറ്റ്, സ്പാനിൻ്റെ മിഡ് പോയിൻറ്റിലായിട്ടായിരിക്കും കോൺസെൻട്രേറ്റ് ആക്ട് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി W ഇൻറ്റു L. സ്മോൾ W ആണ് കൊടുക്കുക, W ഇൻറ്റു L. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇക്വലൻ്റ് ആക്കി മാറ്റാൻ പറ്റും, ജസ്റ്റ് ഫോർ ദ ആപ്ലിക്കേഷൻ പർപ്പസ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ലോഡിനെ കുറിച്ച് പറയാനുള്ളത്. സോ അതൊന്ന് ശ്രദ്ധിച്ചു.